സിയുടെ ഓഫീസിന് മുന്നിലാണ്. അവിടെ നിന്നും പ്രവർത്തകരെ ഇപ്പോൾ പോലീസ് ബലമായി അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുക. പ്രവർത്തകരെ പോലീസ് നിർബന്ധപൂർവ്വം അറസ്റ്റ് ചെയ്ത് നീക്കുന്നു. കാരണം അങ്ങേയറ്റത്തെ ക്രമസമാധാന പ്രശ്നമാണ് സർവകലാശാല ആസ്ഥാനത്ത് ഉള്ളത്. പ്രവർത്തകർ VCയുടെ ഓഫീസിലേക്ക് പ്രധാന കവാടം പോലും തകർത്തുകൊണ്ട് എത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അതൊരു ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ആണ്. പ്രവർത്തകർ പ്രവർത്തകരെ സർവകലാശാല ആസ്ഥാനത്ത് നിന്ന് VCയുടെ ഓഫീസിന് മുന്നിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. അനു, തുടർന്നോളൂ. ഈ SFIയുടെ ജില്ലാ നേതാക്കൾ ഉൾപ്പെടെ ഉടവയാണ് ആദ്യം പോലീസ് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കുന്നത്, അറസ്റ്റ് ചെയ്ത് നീക്കാൻ വേണ്ടി നോക്കുന്നത്. സ്വാഭാവികമായും ഇവിടെ ഒരു ക്രമസമാധാന പ്രശ്നമുണ്ട്. എന്നാൽ അതിന് അനുവദിക്കില്ല. കുറച്ചു നേരം നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകാമെന്ന് തോന്നുന്നു. തുടരുന്നുണ്ട്. അനു, പ്രവർത്തകരെ ബലപ്രയോഗത്തിലൂടെ നീക്കാനാണോ നോക്കുന്നത്? ഏതായാലും പോലീസ് പ്രതിരോധം പാളുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. രണ്ട് കവാടങ്ങളും ഒന്നൊന്നായി തുറന്ന് പ്രവർത്തകർ ഉള്ളിലേക്ക് ഇരമ്പിയെത്തിയ കാഴ്ചയാണ് കണ്ടത്. ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ ഇപ്പോഴും ഈ പ്രവർത്തകരെ അറസ്റ്റ് നീക്കാനുള്ള ശ്രമമാണ് പോലീസ് നടത്തുന്നത്. അതിനെ പ്രവർത്തകർ കൂട്ടം കൂടി നിന്ന് ബലപ്രയോഗത്തിലൂടെ തടയുകയും ചെയ്യുന്നു. എന്നാൽ ഇതിൽ ഓരോരുത്തരെയായി പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. ഇപ്പോൾ മൂന്നോളം പ്രവർത്തകരെ പോലീസ് ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കി. ഓരോ തവണയായി ഓരോരുത്തരെ അറസ്റ്റ് ചെയ്ത് നീക്കുക അത്രമേൽ ശ്രമകരമായ ഒരു പണിയാണ് പോലീസ് ചെയ്യുന്നത്. കാരണം വലിയ ഒരു ക്രമസമാധാന പ്രശ്നം ഇപ്പോൾ കേരള സർവകലാശാല VCയുടെ ഓഫീസിന് മുന്നിൽ ഉണ്ട്. 10-200ഓളം പ്രവർത്തകർ അവിടേക്ക് ഇരച്ചെത്തി. അവിടേക്ക് സർവകലാശാലയുടെ പ്രധാന കവാടം തള്ളിത്തുറന്ന് അകത്തെത്തിയിരിക്കുന്നു. ഇപ്പോൾ ഓരോരുത്തരെയായി ഇവിടെ നിന്ന് ബലപ്രയോഗത്തിലൂടെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. അല്ലാതെ ഈ പ്രശ്നം പരിഹരിക്കാൻ, നിലവിലെ ക്രമസമാധാന പ്രശ്നം പരിഹരിക്കാൻ പോലീസിനെ കൊണ്ട് ആകില്ല എന്നവർ മനസ്സിലാക്കി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഓരോരുത്തരെയായി ഇവിടേക്ക് അവർ കൊണ്ടുപോകുന്നത്. ചില പ്രവർത്തകർ താഴേക്ക് പോകുന്നുമുണ്ട്. കാരണം വലിയ ആൾക്കൂട്ടവും ഒരു ഇടുങ്ങിയ ഇടം കൂടെയാണ്. ഇങ്ങനെയുള്ള പോലീസും പ്രവർത്തകരും നേർക്കുനേർ നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. ഇതിൽ പ്രവർത്തകരെ ഓരോരുത്തരെയായി അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമമാണ് പോലീസ്. എല്ലാവരും കയറിയേക്കില്ല. സാധാരണഗതിയിൽ പ്രതിഷേധങ്ങൾ നടക്കുമ്പോൾ പ്രത്യേകിച്ചും തലസ്ഥാനത്ത് പോലീസ് സുസജ്ജമായി എത്തുന്നത് നമ്മൾ കാണാറുണ്ട്. ജലപീരങ്കി അടക്കമുള്ളവ കൊണ്ടുവന്ന്, ടിയർ ഗ്യാസ് അടക്കമുള്ളവ കൊണ്ടുവന്ന്, ലാത്തി ചാർജ് അടക്കം നടത്തി പിരിച്ചുവിടുന്ന കാഴ്ച കാണാറുണ്ട്. ഇവിടെ എന്താണ് സംഭവിച്ചത്? ആദ്യഘട്ടത്തിൽ എന്തുകൊണ്ടാണ്